ഞാൻ നോർവേയിൽ ഒരു ഫെസ്റ്റിവലിന് പോയപ്പോഴത്തേക്ക് അവിടെ വേറെ സിനിമയായിരുന്നു കാണിച്ചു, ജെന്നി കാണിക്കുക. അപ്പം എൻ്റെ കൂടെ ഈ അഹത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ DVD ഡയറക്ടർ, അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ കണ്ടിട്ട് ഒറ്റ വാക്കില്ല ഒരു ഇത് പറഞ്ഞു, ദിസ് മാൻ ഈസ് ബോൺ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ഗ്ലോബ്. എന്നോട് അതിൻ്റെ നോർവീജിയൻ ഡയറക്ടർ പറഞ്ഞ, ദിസ് മാൻ ഈസ് ബോൺ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ഗ്ലോബ്. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തല്ലാതെ അവർ ഉദ്ദേശിച്ച ഹോളിവുഡിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഇതുപോലെ ഫീവറുള്ള ഒരു ആക്ടർ കണ്ടില്ല. ആക്ടർ മാത്രമല്ല, ഏത് കാര്യം ചെയ്യും, ഏത് കാര്യത്തിന്, അത് ആക്ടിങ് ആയാലും ശരി, വർക്കൗട്ടിനായാലും ശരി, ആഹാരം കഴിക്കാനും ശരി, എന്തായാലും ശരി, പുള്ളിക്ക് അതിൻ്റെ ഒരു പാഷനുണ്ട്. നിറങ്ങളെ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത നിറങ്ങളെ പാടൂ. ആ പാഷനാണ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നത്, മനസ്സിലായില്ലേ? കാരണം ലാലിൻ്റെ ഒരു ആക്ടറുടെ ഗ്രോത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഏറ്റവും ആദ്യം എനിക്ക് അഭിനയിക്കുന്ന എൻ്റെ അനിയൻ്റെ പടത്തിലാണ്, തിരുനോട്ടം. അന്ന് ഈ സൈക്കിളിൽ നിന്ന് വീഴുന്ന ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുക. അന്ന് മുതൽ ഇപ്പോൾ ഈ എൻ്റെ നിരവധി പടങ്ങൾ അഭിനയിച്ചു. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പെർസീവറൻസും ഒരു കാരണം ചെയ്യണം എന്നുള്ളത്, എന്ത് കൊടുത്താലും അത് ഭംഗിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ ഡെഡിക്കേഷനാണ് ഇപ്പോൾ കാണുന്നത് ഈ മോഹൻലാൽ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്തായ ഒരു അതിമനോഹര ആക്ടർ, അതിനേക്കാൾ ഉപരിയായിട്ടൊരു അതിമനോഹര നല്ലൊരു മനുഷ്യൻ, ഇത് ഹ്യൂമൻ ബീയിങ്. ആരോടും പരിഭവമില്ല, ആരെപ്പറ്റൊരു ചീത്ത പറയില്ല. ഇതൊക്കെ വലിയ ക്വാളിറ്റി അല്ലേ? ആക്ടർക്ക് ആർക്ക് വേണേൽ ആക്ടറാകാൻ പറ്റും, പക്ഷേ പ്രത്യേക സിനിമ കാണാൻ വലിയ പ്രാവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ടോട്ടൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് നമുക്ക് ലാലിനുള്ള ഒരു അന്നും ഇന്നും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ 10-40 കൊല്ലമല്ലേ. അപ്പോഴും അത് മോഹൻലാലിന് ഇപ്പോഴും വന്നാലും അടുത്തിരുന്ന് കൂടെ കിടക്കുക.